നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ക്ഷേമ പെൻഷൻ വിതരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കാനുള്ളവർ ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നാണ് ഈ തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. അത് ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക്. ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് ഒരു കാര്യമാണ്. പക്ഷേ അതുകൂടാതെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കടമ്പയാണ്. അതായത് ആധാർ വഴിയുള്ള സേവനങ്ങൾ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുമ്പോൾ, അതായത് ആനുകൂല്യങ്ങൾ സബ്സിഡി എല്ലാം വിതരണം ചെയ്യുമ്പോൾ ആധാറുമായിട്ട് സീഡായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സീഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ആധാർ വഴിയുള്ള വിതരണ സമയത്ത് ബാങ്ക് അക്കൗണ്ട് കാണുകയും അതിലേക്ക് തന്നെ കൃത്യമായിട്ട് തുക എത്തിച്ചേരുകയും ചെയ്യും. യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ആധാർ അധിഷ്ഠിത വിതരണ രീതി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ചില ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ കൊടുത്ത് എടുത്തിട്ടുള്ളതാണ് എങ്കിൽ പോലും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് പൂർത്തിയായിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക. ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി എത്രയും വേഗം ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ആധാറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇത് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡഡ് ആണ് എങ്കിൽ സീഡഡ് ആയിട്ടുള്ള അക്കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന് ആധാർ സീഡ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെടുക. ഇനി അത് നടക്കാത്ത പക്ഷം, അതായത് ചെയ്തിട്ടും ഇത് സക്സസ് ആവുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടതായിട്ട് വരും. അത് ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കണം. 8.5 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര പെൻഷൻ ഈ രീതിയിൽ ലഭിക്കുന്നത്. 200 രൂപ മുതൽ 500 രൂപ വരെ അങ്ങനെ പലർക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ പുതിയ ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് 22ാമത്തെ ഗഡുവാണ് വിതരണത്തിന് തയ്യാറാവുന്നത്. മാർച്ച് മാസം ആദ്യ ആഴ്ചകളോടെ തന്നെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുമെന്നൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതിന് മുൻപ് തന്നെ നമ്മുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ചേക്കുക. അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഓക്കെ ആണോ, അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് KYC നമ്മൾ ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഗുണഭോക്താക്കളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന മാസങ്ങളിലേക്ക് അടുത്തിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കോളർഷിപ്പിന് വേണ്ടി മാത്രമൊക്കെ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർ അത്തരം അക്കൗണ്ടുകൾ നിർജ്ജീവമായിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ബാങ്കിൽ എത്തിച്ചേർന്ന് തന്നെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ആനുകൂല്യം അക്കൗണ്ടിലേക്ക് കയറുന്നതിന് തടസ്സം, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് തുക പിൻവലിക്കുന്നതിന് തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതായത് ട്രാൻസാക്ഷനുകളൊക്കെ നടക്കാതെ എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കുന്ന അക്കൗണ്ടുകളൊക്കെ ഉപയോഗിക്കാത്തത് മൂലമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനരഹിതമാകുന്ന, അതായത് ഡോർമെൻറ്റ് അക്കൗണ്ടായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ട് വീണ്ടും ആക്റ്റീവ് ആക്കുന്നതിന് വീണ്ടും KYC ഒക്കെ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ട്രാൻസാക്ഷൻ ഉൾപ്പെടെ നടത്തി അക്കൗണ്ട് പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, അത് സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ചേക്കുക. ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കാക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.